ഇവിടെ താമസിക്കുന്നത്, എന്റെ ചുറ്റും മുസ്ലിമാണ്. ഇവിടെ ഹിന്ദുക്കൾ വളരെ കുറവാണ്. എന്റെ മക്കളെ വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, ബാക്കി ഇതെല്ലാം ഞങ്ങൾ ഈ സ്ഥലം എടുത്തതൊക്കെ മുസ്ലിംസ്. ഞങ്ങളൊരു വീടായിട്ടാണ് കഴിയും. ഇവിടെ ഉള്ളവർ ഞങ്ങൾ ഒറ്റ വീടായിട്ട് 54 കുട്ടിയിൽ ഞാൻ ഒരു ഹിന്ദു കുട്ടിയാണ്. ബാക്കി 53 മുസ്ലിം കുട്ടികളുടെ ഇടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു ആഗസ്റ്റ് വരെ ഞങ്ങൾ ഒരു 5-8 കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സും കൂടെ ഒരു ഡിവിഷനും കൂടി ഉണ്ടാക്കിയപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും മറ്റേ ഡിവിഷനിൽ പെട്ടു, ഞാൻ മാത്രമേ ഡിവിഷനിൽ പെട്ടു. അത് പെൺകുട്ടികളുടെ മാത്രം ഡിവിഷനായിരുന്നു. അതിൽ ബാക്കി എല്ലാം മുസ്ലിം പെൺകുട്ടികളാണ്. അവരൊക്കെ ഇപ്പോഴും ഞങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പലരും വീട്ടുകാർക്ക് തന്നെ അറിയാം ഞങ്ങളെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവിടെ തന്നെയാണ് വർക്ക് ചെയ്തത് അതേ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അവിടെ ഏറെക്കുറെ ഒരു മോർ ദാൻ 90%, ഞങ്ങൾ പലപ്പോഴും 92 ഒക്കെ പല വർഷമാണ് മുസ്ലിം കുട്ടികൾ. അവിടെയാണ് ഞാൻ പഠിപ്പിച്ചത്. 36 കൊല്ലാണ് പഠിപ്പിച്ചത്. 92% മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപികയാണ്. അവരുടെ വീടിന് ചുറ്റും മൊത്തം മുസ്ലിമീങ്ങളാണ്. അവിടെ 90% മുസ്ലിമീങ്ങളാണ്. ഇതൊക്കെ ടീച്ചർ പറയുമ്പോൾ ഞാൻ ശശിയിലെ ചേച്ചിയോട് പറയുകയാണ്, ഞാൻ അങ്ങനെ പറയാം. ഇതിനകത്ത് ആരെ മഹത്വമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ വർഗീയ വിദ്വേഷമല്ലാത്ത ഒന്നും നിങ്ങൾ ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടില്ല. ഒരു മാനവരാശിക്ക് നയാ പൈസയുടെ ഗുണമുണ്ടാകുന്ന ഒന്നും നിങ്ങൾ ഇന്ന് വരെ പ്രചരിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർ ഏതൊരു സമുദായത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ സമൂഹത്തിനെതിരെ നിങ്ങൾ വെറുപ്പും വിദ്വേഷം പ്രചരിപ്പിച്ചിട്ട് ആ സമൂഹം നിങ്ങളെ ആദരവോടുകൂടി ടീച്ചറെന്ന് വിളിക്കുന്നു. ഈ 92% വരുന്ന മുസ്ലിമീങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്ന, നിങ്ങൾ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്ന ആ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങളോട് ഇന്ന് വരെ ഇക്കാരണം കൊണ്ടൊരു വിവേചനവും അവർ കാണിച്ചിട്ടില്ല എങ്കിൽ ആരുടെ മഹത്വമാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ ചോദിച്ച ചോദ്യം ശശികല ചേച്ചിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുമോ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് എടുത്ത് നോക്കിയാൽ മാനവരാശിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന്. ശശികല ചേച്ചി, നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നിച്ച് നിന്ന് കെട്ടുറപ്പോടുകൂടി സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും പോയാലാണ് രാജ്യം എപ്പോഴും അഖണ്ഡതയിലും ഐക്യത്തിലും ദൃഢതയിലും ബലത്തിലും മുന്നോട്ട് പോകുള്ളൂ. ഒരു ശത്രുവിന് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മളൊരു വലിയ സമൂഹമാണ്, വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ പരസ്പരം സ്നേഹത്തോടു കൂടി പോകുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മനുഷ്യരുടെ ഐക്യമല്ലേ. ഇങ്ങനെ ഐക്യത്തെ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ പരസ്പരം സ്നേഹത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചും സഹവർത്തത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയണ്ടേ. ഇന്ന് വരെ എന്തെങ്കിലും ഒരു പോസ്റ്റ് സ്നേഹത്തെക്കുറിച്ച്, സൗഹാർദ്ദത്തെക്കുറിച്ച്, മാനവരാശിയെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് കാണില്ല. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ വേറൊരു സ്ത്രീയുണ്ട് സോഷ്യൽ മീഡിയയിൽ, ലക്ഷ്മി കോണോത്ത്. ഒന്ന് കണ്ടു നോക്കി, അവർ പറയുന്നത് എന്താ. രാജു പി നായർ ഒറ്റ തന്തയ്ക്ക് പിറന്നതാണെങ്കിൽ ഈ പറഞ്ഞതൊന്ന് ചെയ്തു നോക്കൂ, അപ്പൊ കാണാം. രാജു പി നായരുടെ തന്തയ്ക്ക് വിളിക്കുകയാണ്. നിങ്ങളൊക്കെ വലിയ മഹത്തുക്കളാണ്, മഹത്തായ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നിങ്ങൾ നാഴികക്ക് നാപ്പോട്ടം പറയുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ പോലും എത്ര അശ്ലീലമാണെന്ന് ശശികല ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ടോ? എത്ര വൃത്തികേടാണ്, എത്ര കളവുകളാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്തെല്ലാം കളവുകൾ നിങ്ങൾ പറയുന്നു ഒരു സമൂഹത്തിനെതിരെ, ഒരു സമുദായത്തിനെതിരെ. സമീപകാലത്ത് MDMA-യുമായി ഒരു പെൺകുട്ടിയെ പിടിക്കുമ്പോൾ അവൻ്റെ കൂടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അപ്പം നിങ്ങളെന്താ പറഞ്ഞത്? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ലവ് ജിഹാദ് ഉണ്ട്, നമ്മുടെ സനാതനധർമ്മികളായ കുട്ടികളെ കാരിയറാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം മുസ്ലിം പെൺകുട്ടിയോടുകൂടി സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പിടിക്കുന്നു. അപ്പം നിങ്ങളൊരു അക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. ഏതോ മുസ്ലിം പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അവിടെ മതം പറയണം. അതിൻ്റെ പിറ്റേ ദിവസം അഡ്വക്കറ്റായിട്ടുള്ള അമ്മയെയും മകനെയും MDMA-ആയിട്ട് പോലീസ് പിടിക്കുന്നു. അപ്പോഴും നിങ്ങളുടെ വായിൽ പൂവം പണിതിരിക്കുകയാണ്, ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. ഇങ്ങനെല്ലാം നിങ്ങൾ വേർതിരിച്ച് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് വെറുപ്പും വിദ്വേഷമൊക്കെ നിങ്ങൾ ഈ സമൂഹത്തിൽ പടർത്തിയിട്ടും ഈ കാണുന്ന മനുഷ്യർ മുഴുവനും നിങ്ങളോട് വിവേചനം. 92% വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ടീച്ചറായ നിങ്ങളോട് അവരുടെ മക്കളെപ്പോലും ആ സ്കൂളിലേക്ക് വിടാതിരിക്കാം. അവർ വിടുന്നുണ്ട് എങ്കിൽ അവരിതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു വിശാലമായ ഹൃദയം അവർക്കുള്ളതുകൊണ്ടാണ്. ഹിന്ദു രക്ഷാദൾ ദേശീയ അംഗം കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്നദാനം നടത്തിയപ്പം ഒരു മുസൽമാൻ ഭക്ഷണം കഴിക്കാൻ പറ്റും, മുസ്ലിമീങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ആട്ടി ഓടിച്ചു. മറുവശത്ത് നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ഒരു മഹാരാഷ്ട്രയിലേക്കും ബീഹാറിലേക്കൊന്നും പോകണ്ട. നമ്മുടെ സമീപ ജില്ലയായ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വീട് കൊടുത്തത്?
ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വീട് കൊടുത്തത്. ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. ടീച്ചറെ ഒറ്റ കാര്യം പറയാനുള്ളൂ, മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോണേ. കാരണം നമ്മുടെ പിന്നീടുള്ള വരാനിരിക്കുന്ന തലമുറയുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഓർത്ത് വെറുപ്പോട് കൂടി കാണും. അതുകൊണ്ട് പറയാണ്, സ്നേഹത്തെ പറയാണ്, എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പോണേ.